സാമൂഹ്യമാറ്റത്തിന്റെ വികസന പരിവർത്തനത്തിനാണ് പെരിന്തൽമണ്ണയിൽ തുടക്കമിട്ടതെന്ന് നജീബ് കാന്തപുരം MLA. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ പ്രസ് ഫോറം സംഘടിപ്പിച്ച പോർനിലം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെ ആരോഗ്യമന്ത്രിയും CPM-ഉം കൊന്നുകളഞ്ഞതാണ്. പുലാമന്തൂൾ മേലാറ്റൂർ റോഡ് നവീകരണ പദ്ധതി സമരം നടത്തിയിട്ട് പോലും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായതെന്ന് MLA കുറ്റപ്പെടുത്തി. MLA-മാർ ചെയ്യുന്നത് മാത്രം ചെയ്തിരുന്നെങ്കിൽ താൻ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ലെന്ന് പറഞ്ഞ നജീബ് കാന്തപുരം വികസന കാഴ്ചപ്പാടുകളിൽ നൂതന ആശയങ്ങളും പങ്കുവച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ജില്ലാ ആസ്പത്രിയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഞങ്ങളൊരു ഡോക്ടറെ ചോദിച്ചിട്ട്, ഒരു നഴ്സിനെ ചോദിച്ചിട്ട്, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെ ചോദിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടില്ല. നിയമസഭയിൽ ഞാൻ കൊണ്ടുവന്ന സബ്മിഷനുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആവശ്യപ്പെട്ടത് ജില്ലാ ആസ്പത്രിക്ക് വേണ്ടിയാണ്. ഇതിൽ യാതൊരു ആശങ്കയുടെയും കാര്യമില്ല. ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. എതിർ സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു വിമർശനവും ഞാൻ ഉന്നയിക്കാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. ഇതൊരു വളരെ പോസിറ്റീവായ ഒരു ഇലക്ഷനാണ്. ഈ ഇലക്ഷൻ നടക്കട്ടെ. ഈ ഇലക്ഷനിൽ CPM അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ മത്സരമായി തന്നെയാണ് ഞങ്ങളും കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ മത്സരമല്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളും ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും തമ്മിലായിരിക്കും മത്സരം എന്ന കാര്യത്തിലും സംശയമില്ല. സാമൂഹ്യ മാറ്റത്തിന്റെ വികസന പരിവർത്തനത്തിനാണ് ശ്രമിച്ചതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ഭാവിയാണ് എൻ്റെ പ്രശ്നം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികളുടെ സ്വപ്നങ്ങളാണ് എൻ്റെ പ്രശ്നം. അതിനെ എങ്ങനെ നിറമുള്ളതാക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ ഏറ്റവും മുൻഗണനയോടുകൂടി കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാട് വികസിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് കൃത്യമായ ചില ധാരണകൾ നമ്മൾ മുന്നോട്ട് വെച്ചു. അതിൽ പ്രധാനം, നമുക്ക് മനോഹരമായ റോഡുകൾ വേണം, മനോഹരമായ കെട്ടിടങ്ങൾ വേണം, നമ്മുടെ സംവിധാനങ്ങളിൽ വലിയ മാറ്റമുണ്ടാകണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ ഭാഗമായി നാട്ടിലെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, അതുപോലെ തന്നെ സാമൂഹ്യനീതിയുടെ കാര്യം, വനിതാ ശാക്തീകരണത്തിൻ്റെ കാര്യം, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണമെന്നത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഞാൻ ആദ്യം MLA എന്ന നിലയിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്തത്. അതിലെ ഒന്നാമത്തെ പ്രയോറിറ്റി ഒരു വീട് എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു. നമ്മൾ വീടുകൾ മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വീട്ടിലേക്ക് ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട കാര്യം, ആ വീട് മാറ്റാൻ കഴിവുള്ളവരാക്കി ആ വീട്ടിലെ അംഗങ്ങളെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതൊരു സോഷ്യൽ കൺവേർഷനാണ്. ആ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഓരോ കുട്ടിയെയും, ഓരോ വീട്ടിലെ കുട്ടിയെയും ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് ചിന്തിക്കാനുള്ള ആസ്പിറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കാഴ്ചപ്പാടിൽ ഊന്നിയാണ് മുദ്ര എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കും IAS അക്കാദമിക്കും രൂപം നൽകിയതെന്ന് നജീബ് കാന്തപുരം MLA സൂചിപ്പിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് നിരന്തരം ശ്രമങ്ങൾ നടത്തിയിട്ടും സർക്കാർ മുഖം തിരിഞ്ഞ സമീപനമാണ് സ്വീകരിച്ചത്. കെട്ടിടമുണ്ടാക്കുന്നതിലും മിഷനറികൾ വാങ്ങുന്നതിനുമാണ് സർക്കാർ താൽപ്പര്യം കാണിച്ചതെന്നും ഡോക്ടർമാരെയോ മതിയായ സ്റ്റാഫിനെയോ അനുവദിച്ചില്ലെന്നും MLA കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ജില്ലാ ആസ്പത്രിയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഞങ്ങളൊരു ഡോക്ടറെ ചോദിച്ചിട്ട്, ഒരു നഴ്സിനെ ചോദിച്ചിട്ട്, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെ ചോദിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടില്ല. നിയമസഭയിൽ ഞാൻ കൊണ്ടുവന്ന സബ്മിഷനുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആവശ്യപ്പെട്ടത് ജില്ലാ ആസ്പത്രിക്ക് വേണ്ടിയാണ്. അവിടെ ഒരു ഡോക്ടറെ തരാൻ പോലും കഴിഞ്ഞില്ല. അവിടെ ആകെ കൊണ്ടുവന്ന് വെച്ചത് 7 കൊല്ലം മുമ്പ് വെച്ച ഉപകരണങ്ങളാണ്. ആ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ഒരു ടെക്നീഷ്യനെ പോലും തന്നില്ല. അപ്പോൾ ഇതിന് പിന്നിൽ പോലും ഒരു അഴിമതിയുണ്ട്. പർച്ചേസ് നടക്കുന്നു, പക്ഷേ പ്രാക്ടീസ് നടക്കുന്നില്ല. ഉപകരണങ്ങൾ വാങ്ങുന്നു, പക്ഷേ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള ആളുകളെ നമ്മൾ നിയമിക്കാതിരിക്കുന്നു. ഇതൊരു വലിയ തോതിലുള്ള നാഷണൽ വേസ്റ്റായി നമ്മളുടെ ഈ ഹോസ്പിറ്റൽ നഗരത്തിലെ പ്രധാനപ്പെട്ട ജില്ലാ ആസ്പത്രിയെ CPM കൊന്നുകളയാണ് ചെയ്തത്. ശ്രീമതി വീണ ജോർജിനോട് വ്യക്തിപരമായി നിരവധിയായ തവണ, ഞാൻ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളൊരു സംഘം ആളുകൾ
വീണ ജോർജിനെയും അതുപോലെ DHSനെയും നേരിട്ട് കണ്ടു. ഞാനൊരു കാര്യം കൃത്യമായി പറയുന്നു, എത്ര ധാർഷ്ട്യത്തോടെയാണോ ഒരു മന്ത്രി പെരുമാറുക, അതിനേക്കാൾ 1000 ഇരട്ടി ധാർഷ്ട്യമുള്ള DHSനെയാണ് അവർ നിയമിച്ചത്. ആ DHS ആണ് മലബാറിലേക്കുള്ള മുഴുവൻ കാര്യങ്ങളെയും വളരെ വിവേചനപരമായി കണ്ടത്. അതുകൊണ്ടാണ് 294 ഡോക്ടർമാരെ കേരളത്തിൽ നിയമിച്ചപ്പോൾ ഏറ്റവും വലിയ ജില്ലയായ കേരളത്തിൻ്റെ 10% ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിലേക്ക് വെറും 4 ഡോക്ടർമാരെ മാത്രം തന്നു. അതിലും അവരേറ്റവും ശ്രദ്ധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ സിറ്റിയിലേക്ക് ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതെന്ത് നിലപാടാണ്? ഇതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഞാൻ ആരോപണമായി ഉന്നയിക്കുന്നത്, ഇതിന് പിന്നിൽ ഞാൻ സംശയിക്കുന്നത്, ഒരുപക്ഷെ EMS ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ മുതലാളി CPM ആയതുകൊണ്ടാകാം അവിടുത്തെ ജില്ലാ ആസ്പത്രിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബി പദ്ധതി വന്നത്. താൻ MLA ആയ രണ്ടാം സർക്കാർ കാലത്ത് കിഫ്ബി നിലച്ചിരുന്നു. ഇത് കാരണമാണ് കൂടുതൽ കിഫ്ബി പദ്ധതികൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടക്കാതെ പോയതെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. മുഖ്യമന്ത്രി നിർമ്മാണത്തിന് തുടക്കമിട്ട പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ആവുന്ന ശ്രമങ്ങളെല്ലാം നടത്തിയതാണ്. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോയി. സമരം ചെയ്തതിന്റെ ഫലമായാണ് ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടായതെന്നും നജീബ് കാന്തപുരം വ്യക്തമാക്കി. ഈ റോഡിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് കാണാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കൂടെ കൊണ്ടുവന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കലാണല്ലോ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. നിയമസഭയിൽ എത്ര അടിയന്തര പ്രമേയങ്ങൾ, എത്ര സബ്മിഷനുകൾ ഇതിനു വേണ്ടി മാത്രം, എത്ര പ്രസംഗങ്ങളിൽ ഇത് മാത്രം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു മറുപടി ഉണ്ടായോ എന്ന് പറഞ്ഞാൽ, ഈ അവസാനം ഞാൻ ഒരൊറ്റ കാര്യമായിരുന്നു ഞാൻ 2 വർഷം ആവശ്യപ്പെട്ടത്. ഈ കോൺട്രാക്ടറെ കൊണ്ട് നമുക്ക് വിശ്വാസത്തിലെടുത്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അയാളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ റോഡ് പണി നടത്താൻ കഴിയും. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ഈ റോഡ് പണി നടക്കണമെങ്കിൽ ആ കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ചെയ്തോ? അവസാനം നമ്മൾ സമരം നടത്തി. 11 കിലോമീറ്റർ ദൂരം ഞങ്ങളെല്ലാവരും നടന്ന് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധത്തിനൊടുവിൽ ഞാനിവിടെ സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് ബഹുമാന്യനായ മന്ത്രി PD അടക്കം പ്രൊജക്ട് ഡയറക്ടർ അടക്കമുള്ള ആളുകളെ ഇങ്ങോട്ട് അയച്ച് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ പണി ഒരു 2 കൊല്ലം മുമ്പ് ഗവൺമെൻറ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ റോഡിൻ്റെ ഉദ്ഘാടനം അതേ ഗവൺമെൻറ്റിന് ചെയ്യാമായിരുന്നു. അതവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു, ഇപ്പോഴുള്ള പട്ടാമ്പി റോഡ് നമ്മളുടെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള റീച്ച് അടുത്ത ഗവൺമെൻറ് വന്ന് ഒരു ഏറ്റവും ചുരുങ്ങിയത് 1 വർഷത്തിനകം സമ്പൂർണ്ണമായി പണി തീർത്ത് ജനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു കൊടുക്കും. MLA മാർ ചെയ്യുന്നത് മാത്രം ചെയ്തിരുന്നെങ്കിൽ ഒരു വിധത്തിലും താൻ വിമർശനം നേരിടേണ്ടി വരുമായിരുന്നില്ലെന്നും MLA പറഞ്ഞു. വികസന കാഴ്ചപ്പാടുകളിൽ നൂതന ആശയങ്ങളും നജീബ് കാന്തപുരം MLA പങ്കുവച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.